ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണതേ മസാല ബോണ്ടയില്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അതിന് ഉരുളക്കിഴങ്ങ് ആദ്യം പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, അരധനിയ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുകിട്ടു. അതിൻ്റെ കൂടത്ത് വളരെ കുറച്ച് പെരുംജീരകവും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും, സവാളയും പച്ചമുളകും കരിവേപ്പിലയും ഉണ്ടത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉരുളക്കിഴങ്ങ് മുഴുവത്തോടെയാണ് കേട്ടോ പുഴുങ്ങിയേക്കണത്. കാരണം അതിനകത്ത് ഒരുപാട് വെള്ളം പാടില്ല. അത് കാരണം മുഴുവത്തോടെ തൊലിയോട് കൂടിയാണ് അത് പുഴുങ്ങിയിട്ട്, തൊലി പൊളിച്ചിട്ടാണ് അത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഒരുപാടങ്ങും വഴന്നു പോകണ്ട, മെല്ലെ ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി. ഒന്ന് വാടണം സവാള, അത്രയും മതി. വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് അതും കൂടി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടി, ഇത്രയാണ് അതിനകത്ത് ചേർക്കേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അത് മെല്ലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഒരുവിധം പച്ചമണം ഒന്ന് മാറണ വരെ, ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി മൂത്ത് വരണത് വരെയും ഒന്ന് വഴറ്റിയിട്ട്, ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട, ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കണം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കോരി ഒരു പാത്രത്തിനകത്തേക്ക് വെച്ച് ഒന്ന് ആറാൻ വയ്ക്കണം. എന്നിട്ട് അതിനെ ഉരുളകളാക്കി മാറ്റണം, ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മളതിനെ മൈദയ്ക്കകത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ഒരു ശകലം മുളക് പൊടിയും കൂടി ചേർത്ത് കുറുകെ കലക്കണം കേട്ടോ. അഴഞ്ഞു പോകാത്ത വിധത്തിൽ കുറുകെ കലക്കി വെക്കണം. എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതായത് ഈ പാകത്തിൽ നല്ല കുറുകയാണത് കലക്കി വെച്ചേക്കണത്. ഇത് അതിനകത്തേക്ക് മുക്കിയിട്ട് നമുക്ക് ആ തിളച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയായിരിക്കും ഈ ബോണ്ട. നല്ല ടേസ്റ്റാണ്, നമുക്കൊരു സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ നമ്മളത് ഒന്ന് മുക്കി എല്ലാം ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചായയുടെ കൂട്ടത്തിൽ അത് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മുക്കി പൊരിച്ചെടുക്കട്ടെ. ഇങ്ങനെ കിട്ടും പൊരിച്ച് കഴിയുമ്പോഴത്തേക്കും. അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാവ് പിടിച്ചിരിപ്പുണ്ട്. ചായ ഉണ്ടാക്കി ബോണ്ട എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഓക്കെ.